കല്യാണം വീട്ട സമയത്ത് കുറച്ച് ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലവ് സ്റ്റോറി ചെയ്യുമെന്ന്. അപ്പോൾ 7 വർഷം നീണ്ടു നിന്ന് നമ്മൾ ആ ലവ് സ്റ്റോറി ഞാൻ അങ്ങ് പറയാമെന്ന് വിചാരിച്ചു. എന്തുകൊണ്ടാണ് ഞാൻ ഇത് ഡിലേ ആക്കി പോയെന്ന് വെച്ചാൽ, ഞാൻ വിചാരിച്ചു ഓൻ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടാക്കും ഒന്നിച്ചിരുന്നിട്ട് വീഡിയോ ചെയ്യാന്ന്. അവൻ അങ്ങനെ ക്യാമറേന്റെ മുന്നിൽ ഇരിക്കുന്ന ഒരു ടൈപ്പേ അല്ല, എന്നാലും പിടിച്ചിരുത്തിയിട്ട് ചെയ്യിപ്പിക്കാന്നതിന് ഞാൻ വിചാരിച്ചത്. പക്ഷെ അവന് ലീവ് കിട്ടിയില്ല. ഇനി അവൻ വരണമെങ്കിൽ കുറേ മാസം, ഒരു 6-7 മാസം കഴിയും. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ അത്ര നീണ്ടു പോകണ്ട, ലവ് സ്റ്റോറി അങ്ങോട്ട് പറയാമെന്ന്. നമ്മളെ ലവ് സ്റ്റോറി തുടങ്ങുന്നത് 2014 കേട്ടോ. 2014 തൊട്ട് 2021 വരെ നമ്മൾ പ്രേമിച്ച് 2021 കല്യാണം കഴിച്ച് ഇപ്പൊ 4 വർഷമാവാൻ പോകുന്നത്. ഈ 2021 വരെ പ്രേമിച്ചു എന്ന് പറയുമ്പോൾ അത്ര നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലവ് സ്റ്റോറി അല്ല ഞങ്ങളത്. ഫുൾ അടി ഇടി ബഹളം തല്ലി കുലുമാല് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം നമ്മളിപ്പോ കല്യാണം കഴിഞ്ഞിട്ട് ഹാപ്പി ആയിട്ട് 4 കൊല്ലം പോയി. നമുക്ക് ആദ്യം നമ്മൾ കണ്ട ദിവസം പറയാം. ഞാൻ 9th പഠിക്കുമ്പം ശ്രീ എൻ്റെ സ്കൂളിൽ +2 പഠിക്കുന്നത്. നമ്മൾ രണ്ടാളും പഠിച്ചത് കണ്ണൂരുള്ള അഴീക്കോട് മീൻകുന്ന് സ്കൂളിലാണ് കേട്ടോ. അപ്പൊ ഞാനാണ് 9th പഠിക്കുന്നത്, ശ്രീ +2 പഠിക്കുന്നത്. പക്ഷെ +1 മൊത്തം ശ്രീ ആ സ്കൂളിൽ ഉണ്ടായിട്ടും ഞാൻ ശ്രീനെ കണ്ടില്ല. അതെന്തേന്ന് എനിക്കറിയില്ല. ഞാൻ അവനെ കണ്ടിട്ടില്ല, ഓൻ എന്നെയും കണ്ടിട്ടില്ല. അമ്മ ഓൻ എന്നെ കണ്ട പോലെ ഉണ്ട്, പക്ഷെ ഞാൻ അവനെ കണ്ടിട്ടേ ഇല്ല. അങ്ങനെ ഒരു വ്യക്തിനെ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ 9th ഞാൻ മുന്നേത്തെ വീഡിയോയിലെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ സ്പോർട്സിലും ആർട്സിലെല്ലാം കുറച്ച് ആക്റ്റീവ് ആണ്. നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും അങ്ങനെയാണ് കേട്ടോ. എന്ത് മത്സരം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിലെല്ലാം കൂടണം. അപ്പം അങ്ങനെ നമ്മൾ കുറച്ച് ആക്റ്റീവ് ആയിരുന്നു എല്ലാത്തിലും. ഞാൻ പിന്നെ കുറച്ച് വായാടി ആയതുകൊണ്ട് ഞാൻ പ്രസംഗത്തിനെല്ലാം നിൽക്കലുണ്ട്. മലയാള പ്രസംഗം തൊട്ട് ഇംഗ്ലീഷ് പ്രസംഗം വരെ ഞാൻ പറയാൻ പോകും. ഏട്ടനാണ് എനിക്ക് പഠിപ്പിച്ചല്ലോ. അതായത് എൻ്റെ ഏട്ടൻ എന്നെക്കാട്ടിയും കുറച്ചും കൂടി നോളജ് ഉള്ളതും കുറച്ചും കൂടി വിദ്യാഭ്യാസം ഉള്ളതുമായ ഒരാളാണ്. അപ്പം അവനാണ് എനിക്കെല്ലാം പഠിപ്പിച്ചു തരുക. അങ്ങനെ നമ്മൾ 9th സ്കൂൾ കലോത്സവം എത്തി. സ്കൂൾ കലോത്സവത്തി ഞാൻ പ്രസംഗത്തിനുണ്ട്, നാടകത്തിനുണ്ട്, മോണാക്റ്റിനുണ്ട്, പിന്നെ ഇങ്ങനെ ചിത്രരചന അത് ഇതെല്ലാം മറ്റും എന്തെല്ലാത്തിനും ഉണ്ട് ഞാൻ. അങ്ങനെ ഞാൻ കലോത്സവത്തിന്റെ ഫസ്റ്റ് ഡേ തുടങ്ങി. എനിക്ക് ഡേറ്റ് കറക്റ്റ് ഓർമ്മയില്ല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു നവംബർ 19 നവംബർ മാസത്തിലാണ്. ഡേറ്റ് എനിക്ക് അങ്ങനെ ഓർമ്മയില്ല. രണ്ടാൾക്കും ഓർമ്മയില്ല. കഴിച്ച് ഞങ്ങൾക്ക് രണ്ടാൾക്കും ഞങ്ങൾ ആദ്യമായിട്ട് ഒപ്പം കണ്ടതെന്ന് അറിയൂല. അതൊന്നും അങ്ങനെ ഓർത്ത് വെച്ചിട്ടില്ല. എന്നിട്ട് കലോത്സവത്തിന്റെ ഫസ്റ്റ് ഡേ അപ്പൊ ഞാനിങ്ങനെ പ്രസംഗം അങ്ങനത്തെ കോമ്പറ്റീഷൻ അല്ലേ രാവിലെ തന്നെ ഉണ്ടാവുക. അപ്പൊ ഞാനിങ്ങനെ ഏട്ടൻ എനിക്കത് എഴുതി തന്നിന് ഒരു ബുക്കിന്റെ. നമുക്കൊരു ടോപ്പിക്ക് തരും, ഒരു 15 മിനിറ്റ് മുമ്പ് ടോപ്പിക്ക് തന്നിട്ട് നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചിട്ട് പ്രസംഗം പറയലാണ്. അങ്ങനെയാണ് നമ്മളെ സ്കൂളിൽ. അപ്പൊ അങ്ങനെ ഇംഗ്ലീഷ് പ്രസംഗം കഴിഞ്ഞു. അപ്പൊ അതിന്റെ ടോപ്പിക്ക് തന്നു. അങ്ങനെ ഏട്ടൻ എനിക്ക് അതിൻ്റെ അതിൽ എഴുതി തന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഞാൻ അതിൽ ഇരുന്ന് ഇങ്ങനെ പഠിക്കുന്നത്. അപ്പൊ ഞാൻ ബാക്കിലാണ് സ്റ്റേജ്. അപ്പൊ ഞാനിങ്ങനെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഇങ്ങോട്ടേക്ക്, അതായത് സ്റ്റേജ് നോക്കിയിട്ട് ഇരിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ നോക്കിയിട്ട് ഇരുന്നിട്ട് ആ പ്രസംഗം ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ +1 +2 ബിൽഡിംഗ് മുകളിലാണ്, നമ്മൾ താഴെയല്ലേ ഉള്ളത്. +1 +2 ബിൽഡിംഗ് മുകളിലാണ്. അപ്പൊ ഞാനിതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ +2 ബിൽഡിംഗിൽ നിന്ന് 2-3-4 ചെക്കന്മാർ എന്നെ നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. എനിക്ക് അത്ര ഇഷ്ടമൊന്നുമല്ല എന്നെ അങ്ങനെ ആരും നോക്കി ചിരിക്കുന്നുണ്ട്. എനിക്ക് അപ്പട് കലമ്പാൻ പോണം അവരാ. എന്നിട്ട് ഇവനിങ്ങനെ എന്നെ നോക്കി ചിരിക്കുമ്പോൾ ആരടാ ഇതെല്ലാം എന്നുള്ളൊരു നോട്ടമായി എനിക്ക്. പിന്നെ ഞാൻ പിള്ളേരുടെ അടുത്ത് പറഞ്ഞു അതാടുന്നു അവൻ നോക്കി ചിരിക്കുന്നത്. പിന്നെ ഞാൻ അത്ര മൈൻഡാക്കിയില്ല. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെയും പഠിക്കും. പിന്നെ ഒരാൾ നമ്മളെ നോക്കി ചിരിച്ചാൽ പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് ശ്രദ്ധിക്കുമല്ലോ. അതിന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ നോക്കുമ്പോൾ ഇവർ എന്നെ നോക്കി ചിരിക്കുന്നുണ്ട്. ഒരാളെ ആയിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല. ശ്രീൻ്റെ കുറച്ച് ഫ്രണ്ട്സുമാണ് ഉണ്ടായത്. അപ്പോൾ അവരിങ്ങനെ നോക്കി ചിരിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ പ്രസംഗമെല്ലാം പഠിച്ച് നമ്മളെ ഓഫ് സ്റ്റേജ് പരിപാടിയെല്ലാം മുകളിൽ +1 +2 ആ സെക്ഷനിലും ഓൺ സ്റ്റേജ് താഴെയും നമ്മൾ ആ ഒരു ഇതിലുമാണ് ഉണ്ടായത്. അപ്പോൾ മുകളിൽ പോകണം. എനിക്ക് +2 ലാസ്റ്റ് കൊമേഴ്സ് ക്ലാസ്സിലായിരുന്നു പ്രസംഗ മത്സരം ഉണ്ടായത്. അപ്പോൾ ഏട്ടനാട് ഓൾറെഡി ഓനും പ്രസംഗത്തിനുണ്ട്, അതായത് എൻ്റെ ഏട്ടനും ഉണ്ട് ഞാനും ഉണ്ട്. അങ്ങനെ നമ്മളെ ടൈം ആവാനായപ്പോൾ ഞാൻ എന്താക്കി പ്രസംഗമെല്ലാം പഠിച്ച് സെറ്റാക്കി ഞാൻ ഓടി സ്റ്റെയർകേസ് കയറി പോകുമ്പോഴേക്കും ഇവരെനിക്കിങ്ങനെ കൈ കാണിച്ചു. ശ്രീൻ്റെ ഫ്രണ്ട്സും. ഈ ശ്രീ അല്ല കൈ കാണിച്ചത്, ശ്രീൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ നിൽക്കുന്നിട്ട് കൈ കാണിച്ചു. അങ്ങനെ എന്നെ നോക്കിയിട്ട് ആരും മക്കാറ് ചിരിച്ചിരിക്കുന്നൊന്നും ഇഷ്ടമല്ല. അപ്പൊ എനിക്ക് ദേഷ്യം വന്നു. നല്ലോണം പോയിട്ട് 2 കലമ്പിയാലോ എന്നുള്ള മൈൻഡിൽ എനിക്ക് പ്രസംഗം പറയാൻ പോകണല്ലോ. അപ്പൊ ഞാൻ ഓടിപ്പോയപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ എന്തിനാ എന്നെ നോക്കി ചിരിക്കുന്നതിന്? അത് അങ്ങനെ തന്നെയാണ്, ഇതേ ഇതില്ല ഞാൻ കലമ്പിച്ചിന്നാന്ന് ശ്രീ എൻ്റെ അടുത്ത് പറഞ്ഞത്. നീ വെറും കലമ്പിച്ചിയാണല്ലേ, നിങ്ങൾ എന്തിനാ എന്നെ നോക്കിയിട്ട് ചിരിക്കുന്നത് അങ്ങനെ ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞ് നീ എന്തിനു നമ്മളെ നോക്കി ചിരിച്ചേന്ന്. ഞാൻ അവരൊക്കെ ചിരിച്ചിട്ടൊന്നുമില്ല. നമ്മളിങ്ങനെ കോമഡി വാർത്ത അങ്ങനെ ചിരിക്കൂലേ, അങ്ങനെ ചിരിച്ചോന്നല്ല, അല്ലാണ്ട് അവരൊക്കെ ചിരിച്ചോന്നല്ല. ഞാൻ പറഞ്ഞ ഞാൻ ചിരിച്ചിട്ടൊന്നുമില്ല, നീ എന്തിനാ എന്നെ നോക്കി ചിരിച്ചേന്ന് വെച്ചാൽ. അപ്പോൾ അവൻ പറഞ്ഞ ഇഷ്ടം ഉണ്ടായിട്ടേന്ന്. അപ്പം ഞാൻ കുറച്ച് മയങ്ങിപ്പോയി. പക്ഷെ ഞാൻ മയക്കൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ. എന്നിട്ട് ഞാൻ അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ആദ്യം ഇവൻ എന്നോട് ചോദിച്ചു നീ എന്തിനാ നമ്മളെ നോക്കി ചിരിച്ചേന്ന് വെച്ചാൽ. അപ്പം ഞാൻ പറഞ്ഞാൽ എന്നാൽ എനിക്കും ഇഷ്ടം ഉണ്ടായിട്ടാന്ന് കൂട്ടിക്കോ. അപ്പം അവിടെ ഒരു ലവ് പൊട്ടി, ഒരു ലഡ് പൊട്ടി മോനെ എന്നുള്ള ഒരു ഇതായി. ശ്രീന്റെ സൗണ്ട് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഒരു കുഞ്ഞു സൗണ്ടാണെന്ന് മോന്റെ ഒരു പ്രസംഗത്തിന് പോയി. അങ്ങനെ പ്രസംഗത്തിൽ അപ്പം എനിക്ക് മനസ്സിലായി ഇവരെന്നെ നോക്കുന്നതാണ് എന്ന്. അങ്ങനെ പ്രസംഗം പറയാൻ നിന്ന സമയത്ത് ഇവൻ ബാക്കിൽ വന്ന് നിന്നു. അപ്പം എൻ്റെ കോൺഫിഡൻസ് പോയി, എനിക്ക് ടെൻഷനായി. എന്നെ വായി നോക്കുന്ന ഒരു ചെക്കൻ ഞാൻ പറയുന്ന പ്രസംഗം കേൾക്കാൻ വന്നപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല.
അങ്ങനെ ഞാൻ അങ്ങനെയല്ലോ, എൻ്റെ ഏട്ടനാണെങ്കിൽ മുമ്പിലിരിക്കുന്നുണ്ട്. ഏട്ടൻ അത് തെറ്റിച്ച് കഴിഞ്ഞാൽ എനിക്ക് കൊള്ളും വീട്ടിൽ പോയിട്ട്. അങ്ങനെ ഞാൻ ഒരുവിധം പ്രസംഗം എല്ലാം പറഞ്ഞ് എനിക്ക് സെക്കൻഡോ ഫസ്റ്റോ അങ്ങനെ എന്തോ ഒന്നാണ് കിട്ടിയത്. ആ പ്രസംഗത്തിൽ കിട്ടി എന്തോ. അങ്ങനെ പ്രസംഗം പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി ഓടി. അവർ എന്നെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഞാൻ കാണുന്നുണ്ടായിരുന്നു. അപ്പം ഞാനും തിരിച്ചങ്ങോട്ട് നോക്കുന്നുണ്ട്. അപ്പം നമ്മളെ ഗ്യാങ്ങും അവരെ ഗ്യാങ്ങും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വായി നോക്കിയിട്ട് കളിക്കലേ. അന്നത്തെ ദിവസം തന്നെ ഇഷ്ടം ഉണ്ടായിട്ടാന്ന് പറഞ്ഞല്ലോ. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ മുസ്ലിം അല്ലേന്ന്. അതായത് ഓനെ കാണാൻ ഒരു മുസ്ലിം ലിക്കാനോ. അവൻ്റെ തല നിറച്ച് മുടിയാണ്. ആ മുടിയാണ് എനിക്ക് ഭയങ്കര അട്രാക്ഷൻ ആയിട്ട് തോന്നിയത് ഓനോട്. അല്ലാണ്ട് ആദ്യത്തെ നോട്ടത്തിൽ തന്നെ മനസ്സറിഞ്ഞ് അവൻ്റെ മനസ്സ് കണ്ടിട്ട് പ്രേമിച്ചാന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടാ. നമ്മൾ ഫസ്റ്റ് തന്നെ ഒരാളോട് നമുക്കൊരു ഇഷ്ടം തോന്നുന്നത് എങ്ങനെയാണ്, അവരെ ഒരു പുറമേയുള്ള ഒരു ഇത് വെച്ചിട്ടും പിന്നെ എന്തെങ്കിലും ഒരു അട്രാക്ഷൻ തോന്നുമ്പോൾ അങ്ങനെയല്ലേ. അപ്പം എനിക്ക് ശ്രീൻ്റെ മുടിയോട് ഭയങ്കര അട്രാക്ഷൻ തോന്നി. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ശ്രീൻ്റെ മുടി. അപ്പം ഞാൻ പറഞ്ഞു നീ മുസ്ലിം അല്ലേന്ന്. മുസ്ലിം ആയതുകൊണ്ട് ഞാൻ പ്രേമിക്കൂല എന്നൊന്നുമല്ല, നീ മുസ്ലിം അല്ലേ എന്ന് ചോദിച്ചു ഞാൻ. അപ്പം അവൻ പറഞ്ഞു ഞാൻ മുസ്ലിം ഒന്നുമല്ല, ഞാൻ ഹിന്ദു ആണെന്ന് പറഞ്ഞു. അവൻ എനിക്ക് ഹിന്ദുവാ ഇവൻ മുസ്ലിമാന്നാ നമ്മൾ അത്രയും കാലം വിചാരിച്ചത്. അങ്ങനെ അന്നത്തെ ഡേ കഴിഞ്ഞു. പിറ്റേ ദിവസമായി. അന്നാണ് എനിക്ക് തിരുവാതിരയും ഒപ്പനയും അങ്ങനത്തെ പരിപാടിയെല്ലാം എനിക്കുള്ളത്. അങ്ങനെ തിരുവാതിരക്ക് സാരിയെല്ലാം ഉടുത്ത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഇറങ്ങുമ്പോൾ തന്നെ ഇവനും ഇവൻ്റെ ഫ്രണ്ട്സും ഉണ്ട് നേരെ സ്റ്റേജിൻ്റെ അടുത്ത് ഇരുന്നിട്ട്. അപ്പം ഞാൻ വെറുതെ ഒരു രസത്തിന് സാരി ഉടുത്തപ്പം രസം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞ രസമുണ്ട് സൂപ്പർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് പിന്നെ സൊള്ളായി. തിരുവാതിരയെല്ലാം കഴിഞ്ഞ് പിന്നെ എൻ്റെ ഫ്രണ്ട് ഉണ്ട്, ഞാൻ ഗൈഡ്സിനുണ്ട്, സ്കൗട്ട് ആൻഡ് ഗൈഡ്സിലെ. അപ്പം അതിൻ്റെ യൂണിഫോമിലാണ് ഞാൻ ഉണ്ടായത്. അയ്യോ ആ യൂണിഫോം ഇട്ടാൽ ഒരു കോമഡിയാ കാണാൻ വേണ്ടിയിട്ട്. മുടിയെല്ലാം ഇങ്ങനെ മുടഞ്ഞു കെട്ടിയിട്ട് തിരിച്ച് പൊന്തിച്ചിട്ട് ഇവിടെ റിബണെല്ലാം ഇട്ട് കെട്ടി വെക്കണം. അങ്ങനത്തെ കോലത്തിലാണ് ഞാൻ ഇവൻ എന്നെ നോക്കുന്നത്. എന്നിട്ട് യൂണിഫോമെല്ലാം ഇട്ടിട്ട് ഞാനിങ്ങനെ സ്റ്റേജിൻ്റെ ബാക്കിൽ നിൽക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ ഓൾ ഇവനെയും കൂട്ടിയിട്ട് വന്നു, നിന്നോട് എന്തോ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട്. ഞാൻ അങ്ങനെ ഇവനോട് സംസാരിക്കാനൊന്നും പോയില്ല, കാരണം ഏട്ടൻ ആ സെയിം സ്കൂളിലാണ്. നല്ല കൊള്ളു. ഏട്ടൻ മാത്രമല്ല എൻ്റെ അച്ഛൻ്റെ നേരെ അനിയൻ്റെ മോനുണ്ട്. ഞാനും ഓനും ഒരു ക്ലാസ്സിലും കൂടിയാണ്. ഓൻ്റെയും ഒന്നും എനിക്ക് നല്ല കൊള്ളും. അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ സംസാരിക്കാനൊന്നും കൂടുതൽ പോകുമൊന്നുമില്ല. എന്നിട്ട് ഇവൻ പിറ്റേ ദിവസം, അതായത് യൂത്ത് ഫെസ്റ്റിവലിൻ്റെ രണ്ടാമത്തെ ദിവസം, സ്റ്റേജിൻ്റെ ബാക്കിൽ വന്ന് എന്നോട് ചോദിച്ചു പേരെന്താണെന്ന് ചോദിച്ചു. ഞാൻ പേര് പറഞ്ഞു കൊടുത്തു. പക്ഷെ നമ്പർ തരുമോ? ഞാൻ നമ്പറൊന്നും തരില്ല, എനിക്ക് ഫോണൊന്നും ഇല്ല എന്നാണ്. അവൻ്റെ അടുത്ത് പിന്നെ എങ്ങനെയാണ് കോൺടാക്ട് ചെയ്യുക, അതായത് ഇൻസ്റ്റാഗ്രാമോ നമ്പറോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ ഒന്നുമില്ല, എനിക്ക് ഫോണും ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ അപ്പം തന്നെ അവിടെ ഓടി. കാരണം ഏട്ടൻ കണ്ടാൽ അതവിടെ തീർന്നു ഗൈസ്. അങ്ങനെ കറണ്ട് പോയിട്ട് വന്നതാ. അങ്ങനെ അന്നത്തെ ഒരു ദിവസം കഴിഞ്ഞു. അപ്പം പിന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കണക്ഷൻ വന്നല്ലോ. പിന്നെ നമ്മൾ നോട്ടവും കളിയും തന്നെ. കൺകളീറിന്താൽ കൺകളീറിന്താൽ ആ ഒരു വേർഷനായിരുന്നു നമ്മൾ രണ്ടാളും. മുകളിലത്തെ സെക്ഷനിലാണ്. എൻ്റെ ഏട്ടൻ +1, ശ്രീ +2, ഞാൻ 9th. അപ്പോൾ +1ൻ്റെ സെക്ഷൻ വരുന്നത് ഏറ്റവും മുകളിലത്തെ ബിൽഡിങ്ങിൽ, അതിൻ്റെ താഴെ +2, അതിൻ്റെ നേരെ താഴെയാണ് എൻ്റെ ക്ലാസ് വരുന്നത്. അപ്പം നമ്മൾ ഇൻ്റർവെൽ ടൈം അവർക്ക് വേറെ ടൈമും നമുക്ക് വേറെ ടൈമൊന്നും ഉണ്ടാവില്ല. അപ്പം ഞാനും എൻ്റെ ഫ്രണ്ട്സും ആണ് സ്കൂളിൽ പ്രെയർ ചൊല്ലല്, അതായത് ഈ രാവിലത്തെ പ്രെയർ ഇല്ലേ, അത് നമ്മളാണ് ചൊല്ലലുണ്ടായത്. എന്നിട്ടാകുമ്പോൾ ഇവൻ എന്താക്കും, നമ്മളെ കാണാൻ വേണ്ടിയിട്ട്, അതായത് ഞാൻ പ്രെയർ ചൊല്ലാൻ വേണ്ടിയിട്ട് ആ ടൈം വരുമല്ലോ. അപ്പോൾ ഇവൻ എപ്പോഴും ലേറ്റ് ആയിട്ടേ കയറുമോ. ഇവൻ സയൻസിലാണ് ഉണ്ടായത്. അപ്പം ഞാൻ ആ ടൈം ഇറങ്ങും എന്നറിയുന്നത് കൊണ്ട് ഇവൻ ലേറ്റ് ആയിട്ട് ക്ലാസ്സിൽ കയറിയിട്ട് എപ്പോഴും പുറത്താക്കും. ഫസ്റ്റത്തെ പീരീഡ് എപ്പോഴും പുറത്തായിരിക്കും. അപ്പം നമ്മളിങ്ങനെ പറയും പഠിക്കാത്ത ചെക്കനാന്ന് തോന്നുന്നു, അലമ്പാന്ന് തോന്നുന്നു, എപ്പോഴും പുറത്താന്നല്ലോ. എന്നിട്ട് ഇവൻ ആ മോളിൽ നിന്ന് ഇങ്ങനെ നോക്കും, അപ്പം ഞാൻ താഴെ നിന്ന് ഇങ്ങനെ നോക്കും. പിന്നെ ഇൻ്റർവെല്ലിൻ്റെ സമയം നമുക്ക് രണ്ടാക്കും വേറെ വരെയാണ്. +2 വേറെ ടൈമാണ്, താഴെ നമുക്ക് വേറെ ടൈമാണ്. അപ്പം ആ സമയത്തും ഇവൻ ലേറ്റ് ആയിട്ട് കയറും. അല്ലെങ്കിൽ നമ്മൾ ഇൻ്റർവെല്ലിൻ്റെ സമയത്ത് ഇവർക്ക് പീരീഡ് ഇല്ലെങ്കിൽ ഇവൻ എന്തെങ്കിലും കാണിച്ചു കൂട്ടിയിട്ട് പുറത്തിറങ്ങും. പിന്നെ ഉച്ചക്കത്തെ ലഞ്ച് ബ്രേക്കിനാണ് പിന്നെയും കുറച്ച് കാണാനുള്ളൊരു ടൈം കിട്ടൽ. നമ്മൾ സംസാരിക്കലേ ഇല്ല കേട്ടോ, സംസാരിക്കലേ ഇല്ല. അങ്ങനെ യൂത്ത് ഫെസ്റ്റിവൽ കഴിഞ്ഞിട്ടും ആദ്യത്തെ ഒരാഴ്ചയൊന്നും ഇങ്ങനെ കണ്ണുകൊണ്ട് നോക്കി കളിക്കുന്നതല്ലാണ്ട് നമ്മൾ വർത്താനം പറയലില്ല. പിന്നെ ഞാൻ എങ്ങനെ നോക്കുമെന്ന് വെച്ചാൽ, ഞാൻ ഇൻ്റർവ്യൂലായിട്ട് നമ്മളിങ്ങനെ നടന്നു പോലും. അപ്പം ഞാൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കും മുകളിലേക്ക് ഇങ്ങനെ കുറേ പ്രശ്നം അങ്ങനെ നോക്കി. പക്ഷെ ഞാൻ ആലോചിക്കുന്നില്ല ഏറ്റവും മുകളിൽ എൻ്റെ ഏട്ടൻ ഉണ്ട് എന്നുള്ള കാര്യം. അവൻ എന്നെ കാണുന്നുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. ഞാൻ നേരെ സയൻസിൻ്റെ വാർഡ് നോക്കും. അപ്പോൾ ഇവൻ ഉണ്ടാവും. അപ്പോൾ ഇവൻ നോക്കിയിരിക്കണം, ഞാൻ ആക്കിയിട്ട് പോവും. അങ്ങനെയാണ് ഉണ്ടായത് എപ്പോഴും. എല്ലാ ഇൻ്റർവെല്ലിനും ഉച്ചക്കും ഞാൻ വെറുതെ ഇങ്ങനെ, നമ്മളെ ക്ലാസ് നേരെ താഴെ ആയതുകൊണ്ട് ഇവനെ കാണൂല. അപ്പോൾ ഓപ്പോസിറ്റ് ബിൽഡിങ്ങിൽ പോയി നിന്നിട്ട് ഇവനിങ്ങനെ നോക്കി കളിക്കും. അങ്ങനെ ഒരു ദിവസം ഏട്ടൻ വീട്ടിൽ വന്ന് ചോദിച്ചു, നീ എന്തിനിങ്ങനെ അട്ടത്തിൽ നോക്കുന്നത് എപ്പോഴും? നീ എല്ലാ ഇൻ്റർവെല്ലിനും എപ്പോഴും നീ മുകളിലേക്ക് നോക്കുന്നതാണെന്നുണ്ടല്ലേ, എന്തിനങ്ങനെ നോക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പെട്ടില്ലേ, എനിക്കെന്തെങ്കിലും പറയാനുണ്ടാ? അങ്ങനെ ഞാൻ പറഞ്ഞു അങ്ങനെ നോക്കുന്നൊന്നുമല്ല, നമ്മൾ വെറുതെ നോക്കുന്നതെന്ന്. ഒരു പെണ്ണുണ്ട്, ആ പെണ്ണിനെ നോക്കുന്നത്, ഞാൻ അങ്ങനെ എന്നെല്ലാം പറഞ്ഞാൽ അതങ്ങ് ഞാൻ ഒഴിവാക്കി വിട്ട്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ അങ്ങ് പോയി കേട്ടോ. ഞാൻ പറഞ്ഞില്ല നമ്മളങ്ങനെ സംസാരിക്കലൊന്നുമില്ല. ഒന്നാമത് ഏട്ടനുണ്ട്, എനിക്ക് പാര വെക്കാൻ കുറേ ആൾക്കാരുണ്ടായിരുന്നു സ്കൂളിൽ. അതുകൊണ്ട് നമ്മളങ്ങനെ വർത്താനൊന്നും പറയില്ല. കണ്ടതിനെ അങ്ങനെ ചിരിക്കും നോക്കും. പക്ഷെ എനിക്കിങ്ങനെ ഇവനെ കാണണം എന്ന് തന്നെ തോന്നിക്കൊണ്ടിരിക്കും. പക്ഷെ ഒന്ന് കാണുന്നതിന് ഇൻ്റർവെൽ ആവാൻ ഞാൻ കാത്തുക്കും. പിന്നെ നമ്മളെ ക്ലാസ്സിൻ്റെ നേരെ
അതായത് ഡോറിന്റെ പുറത്തേക്ക് നോക്കി കഴിഞ്ഞാൽ ബോയ്സിന്റെ ബാത്റൂമാണ്. അപ്പൊ ഇവൻ ആ ബാത്റൂമിന്റെ പുറത്ത് വന്നിട്ട് നിൽക്കും. അപ്പൊ ഞാൻ എന്താക്കുന്ന അറിയാം, എപ്പോഴും ബാക്ക് സീറ്റിൽ പോയി നിൽക്കും. ഇവർ ഇന്റർവെല്ലിന്റെ സമയമാകുമ്പോൾ ഞാൻ ബാക്ക് സീറ്റിൽ പോയിട്ട് ഇരിക്കും. എൻ്റെ ആടുന്ന് ഇങ്ങനെ ബുക്കിൽ എഴുതിക്കൊണ്ടും ഇങ്ങനെ നോക്കിക്കൊണ്ടും ഇങ്ങനെ എഴുതിക്കൊണ്ടും ഇങ്ങനെ നോക്കിക്കൊണ്ടും അങ്ങനെ നിൽക്കും ഞാൻ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഒരിക്കൽ എൻ്റെ വീടിൻ്റെ അപ്പുറത്തെ വീട്ടിലുള്ള ഏട്ടൻ ഇവൻ്റെ ക്ലാസ്സിലാണ് പഠിക്കുന്നത്, സയൻസിൽ. അപ്പോൾ അയേട്ടൻ്റെ ഫോണിൽ ഇവൻ്റെ നമ്പർ ഉണ്ട്. എന്നിട്ട് ഞാൻ എന്താക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അയേട്ടനൊക്കെ സപ്പോർട്ടൊന്നും അല്ല കേട്ടോ, ഞാൻ 24 മണിക്കൂർ ആ വീട്ടിലേ ഉണ്ടാവില്ല. ഒരിക്കൽ ഞാൻ അയേട്ടൻ കാണണ്ട അയേട്ടൻ്റെ ഫോണിൽ ഇവൻ്റെ നമ്പർ എടുത്ത്. നമ്മൾ സംസാരിക്കാത്തതുകൊണ്ട് തന്നെ നമ്പർ കൈമാറിയിട്ടില്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. കാണുമ്പോൾ ചിരിക്കും നോക്കും എന്നല്ലാണ്ട് അങ്ങനെ വേറെ ഒന്നും പറയലില്ല. ഇന്നെടുത്ത് കാണാൻ വരണമെന്നോ ഇങ്ങനെ ആക്കണം ഒന്നും പറയില്ല. നമ്മൾ കാണുമ്പോൾ ഇങ്ങനെ നോക്കും ചിരിക്കും, അത്രയാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ സീരിയസ് അല്ല, വെറുതെ ഒരു രസം, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കളിക്കുക എന്നുള്ള അത്രേ ഉള്ളൂ. അങ്ങനെ എന്നിട്ട് ഞാൻ ഏട്ടൻ്റെ ഫോണിൽ നിന്ന് നമ്പർ എടുത്തിട്ട് അമ്മേൻ്റെ കീപാഡ് ഫോണായിരിക്കും അമ്മക്ക്. അപ്പം എനിക്ക് അങ്ങനെ ഫോണൊന്നും ഇല്ല കേട്ടോ. എനിക്കൊരു ടാബ് ഉണ്ടായിന്, പക്ഷെ അതിൻ്റെ അകത്ത് വാട്സപ്പും സിമ്മും അങ്ങനത്തെ ഒന്നുമില്ല. ഒരു കീപാഡ് ഫോൺ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അതിന് ഇവൻ്റെ മെസ്സേജ് അയച്ചു. അപ്പോൾ കീപാഡ് ഫോണിൻ്റെ അകത്ത് സ്ക്രീനിൻ്റെ മെസ്സേജ് ആക്കി വെക്കാൻ പറ്റും, നമ്മൾ ഹൈഡ് ചെയ്തിട്ട്. അപ്പം അങ്ങനെ ഞാൻ ആക്കി വെച്ചിട്ടുണ്ടായിന്. ആദ്യം എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. പിന്നെ ഫ്രണ്ട്സ് എനിക്ക് പറഞ്ഞു തന്നിട്ട് ഞാൻ സ്ക്രീനിലാക്കി വെച്ചിട്ട് ഞാൻ അതിൽ ഇങ്ങനെ ടെക്സ്റ്റ് മെസ്സേജ് അയക്കും. ഒരു ദിവസം എത്രയോ ടെക്സ്റ്റ് മെസ്സേജ് എല്ലാം കിട്ടലുണ്ട്. ടെക്സ്റ്റ് മെസ്സേജ് അയക്കാൻ തുടങ്ങി. അപ്പോൾ ആ ടെക്സ്റ്റ് മെസ്സേജിലൂടെയാണ് നമ്മളെ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ ഓരോ കാര്യങ്ങളും എങ്ങനെയാ എന്താ എല്ലാം നമ്മൾ ആ ടെക്സ്റ്റ് മെസ്സേജിലൂടെയാണ് പറയാൻ തുടങ്ങിയത്. എന്നിട്ട് പോലും നമ്മൾ നേരിട്ട് കൊണ്ടുപോയില്ല കേട്ടോ. ഇപ്പോൾ സ്കൂളിൽ നിന്ന് കണ്ടെങ്കിലെങ്കിൽ തന്നെ അതിൻ്റെ എന്തെങ്കിലും പറയണമെങ്കിൽ വൈകുന്നേരം വന്നിട്ട് ഞാൻ ടെക്സ്റ്റ് മെസ്സേജ് അയക്കണം അവന്. അല്ലാണ്ട് നമ്മൾ നേരിട്ട് സ്കൂളിൽ നിന്നൊന്നും സംസാരിക്കലേ ഇല്ല. ശ്രീനെ കാണാനില്ലേ, ഭയങ്കര ക്യൂട്ടായിരുന്നു ആ സമയത്ത്. ഒരു കുഞ്ഞു മുഖം, ഒരു തല നിറച്ചു മുടി, എന്നിട്ട് ഒരു നിഷ്കളങ്കൻ, ഒരു കുഞ്ഞു സൗണ്ട്, അങ്ങനെയെല്ലാം നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പോകെ എനിക്ക് അവനോട് കുറച്ച് ഇഷ്ടങ്ങളൊക്കെ വരാൻ തുടങ്ങി ഗൈസ്. എനിക്ക് എന്തോ ഒരു അട്രാക്ഷൻ തോന്നാൻ തുടങ്ങി നല്ലോണം. അങ്ങനെ സീരിയസ് ലവ് അല്ല, ദിവ്യ പ്രേമവും അല്ല, എന്തോ ഒരു ഇഷ്ടം തോന്നാൻ തുടങ്ങി എനിക്ക് അവൻ്റെ അടുത്ത്. നമ്മൾ ഈ ടെക്സ്റ്റ് മെസ്സേജ് അയക്കലുണ്ടെന്ന് പറഞ്ഞില്ലേ, അതും അത്ര വലിയ സക്സസ് ഒന്നും ആയിട്ടില്ല ഗൈസ്. കാരണം എൻ്റെ ഏട്ടൻ പെട്ടെന്ന് തന്നെ എന്നെ പൊക്കീന്. ഞാൻ ടെക്സ്റ്റ് മെസ്സേജ് അയക്കാൻ തുടങ്ങിയിട്ട് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ വീട്ടിൽ പിടിച്ച് ഏട്ടനോട് ഞാൻ ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏട്ടനോട് ഒന്ന് കുറച്ച് വെള്ളം എടുത്തിട്ട് വാ. അത് ഞാൻ ഫോൺ അവിടെ വെച്ചിട്ട് ഞാൻ എന്ത് കേൾക്കുന്നത്, സ്ക്രീനിൻ്റെ മെസ്സേജ് അല്ലേ, നോക്കൂല എന്നുള്ളൊരു മൈൻഡാണ് എനിക്ക്. അങ്ങനെ ഞാൻ ഫോൺ അവിടെ വെച്ചിട്ട് അപ്പോൾ ഏട്ടന് കുറച്ച് സൂചനയെല്ലാം സ്കൂളിൽ നിന്ന് കിട്ടീനെ, നിങ്ങളെ നോക്കൊന്നും കളിക്കുന്നില്ല, ഒരു സ്കൂളിൽ തന്നെയല്ലേ എന്തായാലും തിരിയും. അപ്പോൾ ഏട്ടനെല്ലാം തിരിഞ്ഞിട്ടുണ്ടായിന്. എന്നിട്ട് ഞാൻ ഫോൺ അവിടെ വെച്ചിട്ട് വെള്ളം എടുത്തിട്ട് വരുമ്പോൾ ഏട്ടൻ്റെ കൈമിലുണ്ട് അമ്മൻ്റെ ഫോണ്. അമ്മയെ ഞാൻ ഉരുകിപ്പോയിനാ നിമിഷം. എന്നിട്ട് അച്ഛനോട് അമ്മനോട് ഇതാ നോക്ക് നിങ്ങളെ മോളെ കളി എന്നെല്ലാം പറഞ്ഞിട്ട് ഏട്ടൻ കാണിച്ചു കൊടുത്ത്. അങ്ങനെ എനിക്ക് അമ്മൻ്റെ കൈമൊന്നും കൊണ്ട്, അച്ഛൻ്റെ കൈമൊന്നും കൊണ്ട്, ഏട്ടൻ്റെ കൈമൊന്നും കൊണ്ട്. അതിന് ശേഷം മെസ്സേജ് അയക്കൽ പരിപാടി ആടെ കഴിഞ്ഞു ഗൈസ്. അതാണ് ആദ്യത്തെ പിടിക്കല്, വീട്ടിൽ ആദ്യമായിട്ട് പിടിച്ചത് അന്നാണ്. പിന്നെ അങ്ങോട്ട് പിടിയായിരുന്നു വീട്ടിൽ. മെസ്സേജ് അയക്കാൻ കഴിയുന്നില്ല, നമ്മൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ല. അത് നമ്മൾ സ്കൂളിൽ നിന്നും സംസാരിക്കൂല, കാരണം ഏട്ടൻ ഒന്നാമത് ഇത് അറിഞ്ഞ്, അപ്പൊ തീരെ സംസാരിക്കാൻ കഴിയില്ല. അപ്പൊ അങ്ങനെ രണ്ടും ഇല്ല. പിന്നെ നമുക്ക് സംസാരിക്കാമെന്നുള്ള ഒരു ഓപ്ഷനേ ഇല്ലാണ്ടായപ്പം ഞാൻ കത്തെഴുതാൻ തുടങ്ങി. കുറച്ചധികം ക്രിഞ്ചാന്ന് എനിക്കറിയാം, പക്ഷെ എന്നാലും ആ സമയത്ത് ഞാൻ ചെറുതല്ലേ. അങ്ങനെ ഞാൻ എന്താക്കും, എനിക്ക് ഇവനോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാനത് കത്തിൽ എഴുതിയിട്ട് കൊടുക്കും. ഞാൻ ഡയറക്റ്റ് ഒന്നുമല്ല കൊടുക്കില്ല, എൻ്റെ ഫ്രണ്ട്സിൻ്റെ നെയിമിൽ കൊടുത്തേക്കും. ഞാൻ എന്താക്കും, കത്ത് എഴുതുമ്പോൾ അറബിയിൽ, അതായത് എനിക്ക് മുസ്ലിം ഫ്രണ്ട്സ് ഉണ്ട്, അപ്പോൾ അവരെ കൊണ്ട് ഞാൻ അറബിയിൽ എഴുതിപ്പിച്ചിട്ട് ഞാൻ ഇവന് കൊടുക്കും. എന്നിട്ട് ഇവൻ്റെ ഓരോ ഫ്രണ്ട്സിൻ്റെ ബാക്കിലേ നടക്കും, ഇതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് മലയാളത്തിലാക്കിയിട്ട് പറഞ്ഞു കൊടുക്കുമെന്നെല്ലാം ചോദിച്ചിട്ട്. അങ്ങനെ പിന്നെ എനിക്ക് ഇങ്ങോട്ടേക്ക് അങ്ങനെ കുറേ കത്തൊന്നും തന്നിട്ടില്ല. എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ആരെടുത്തെങ്കിലും എന്തെങ്കിലും പറയണമെങ്കിൽ പറഞ്ഞേക്കുകയോ ചെയ്യുക. 2-3 എണ്ണം തന്നില്ല, അതൊന്നും എടുത്തു വെച്ചിട്ടൊന്നുമില്ല. ഇങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇങ്ങനെ അവളോട് ഇന്നത് പറയണമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. പക്ഷെ ഞാൻ തിരിച്ചങ്ങോട്ടേക്ക് എഴുതിയിട്ട് ആരെങ്കിലും കൊടുത്തേക്കല്ലോ. അമ്മ എനിക്കെന്താ ഇഷ്ടമില്ല അന്നേരം അങ്ങനെ കത്തെല്ലാം എഴുതാൻ വേണ്ടി അങ്ങനെയെല്ലാം ചെയ്യലുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മളെ ഫസ്റ്റ് വാലന്റൈൻസ് ഡേ വന്ന്, അപ്പം ഞാൻ അറിയില്ലായിരുന്നു അങ്ങനെ ശ്രീ എനിക്ക് ഗിഫ്റ്റ് ഒന്നും വാങ്ങിയിരുന്നു. അങ്ങനെ ശ്രീ ഗിഫ്റ്റ് വാങ്ങി തന്നു. അപ്പം ഞാൻ തിരിച്ചെന്തെങ്കിലും കൊടുക്കണ്ടേ, നമ്മളെ അന്നേരം പൈസ എല്ലാം ഉണ്ടാവും. അങ്ങനെ എഴുന്നല്ലോ പൈസ ആക്കിയിട്ട് ചാട്ട ഗിഫ്റ്റ് ഞാൻ ശ്രീ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പാവാടാ, അതുവരെ അവൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഒരു റോസാപ്പൂവും ഗിഫ്റ്റും. അത് ആ റോസ് ബുക്കിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അതിങ്ങനെ നമ്മൾ കല്യാണം കഴിയുന്നതിൻ്റെ കുറച്ച് കാലം മുമ്പേ വരെ എനിക്കത് ഫോട്ടോ എടുത്ത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ വീടെല്ലാം മാറിയപ്പോൾ അതെല്ലാം പോയി. പിന്നെ ഒരു ഗിഫ്റ്റ് കല്യാണം കഴിഞ്ഞിട്ട് പോയപ്പോൾ ഇപ്പോഴും ശ്രീൻ്റെ അടുത്ത് ഉണ്ട്. ഇപ്പൊ ആ വീട്ടിന്റെ എവിടെയോ ഉണ്ട്, അത് എടുത്തു വെക്കാൻ പറ്റിയില്ല. പക്ഷെ ശ്രീൻ്റെ അടുത്ത് ഉണ്ട്. അത് ശ്രീ നല്ല വൃത്തിക്ക് അത് എടുത്തു വെച്ചിന്. പാവാന്നായിട്ട് ഓനെന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഒരാൾ ഇത്രയും ഇഷ്ടപ്പെടാൻ പറ്റുമോ എന്ന് എനിക്ക് ചില സമയം തോന്നും. പിന്നെ നമ്മൾ അടിയെല്ലാം കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ വിചാരിക്കും നമുക്ക് കണ്ണെടുത്ത കണ്ടുകൂടാന്ന്. അത്രയും വലിയ അടിയാവും ഗൈസ് നമ്മൾ രണ്ടാളും. അങ്ങനെ മാസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞ് പോയി. ശ്രീ +2 വന്നല്ലോ. അപ്പൊ ശ്രീന്റെ +2ന്റെ ഇത് കഴിയാനായി. ശ്രീക്ക് ഫെയർവെല്ലെല്ലാം ഒരു ടൈമായി. അപ്പൊ ആദ്യമൊന്നും എനിക്ക് അത്ര വലിയ ഇതൊന്നും ഇല്ലേനു, കാരണം നമ്മൾ വലിയ സീരിയസ് ലവ് ഒന്നും അല്ല. അപ്പൊ അതൊന്നും അത്ര വലിയ പ്രശ്നമൊന്നും ഇല്ലേനു. പിന്നെ എനിക്കിങ്ങനെ ഇതായി, കഴിഞ്ഞില്ലേ പോലീന് നമ്മൾ എങ്ങനെ കാണുന്നുള്ളൊരു ഇതായി. കാരണം നമ്മളെ നാട് തമ്മിൽ കുറേ ദൂരമുണ്ട്. ഞാൻ കണ്ണൂർ അഴീക്കോട് നീർക്കടവും ശ്രീ മേലെ ചോയുമാണ്.
അപ്പം എത്ര പോണോ അങ്ങനെ കാണാനുള്ളൊരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടായിട്ടേ ഇല്ല. പിന്നെ കാണാൻ വരുമോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയോ ഇല്ലേനു. എന്നെ അങ്ങനെ എവിടെയും വിടുവൊന്നുമില്ല വീട്ടിൽ നിന്ന്. അപ്പം എന്തായാലും കാണാൻ പറ്റൂല എന്നുള്ള കാര്യം ഉറപ്പായിന് നമുക്ക്. അങ്ങനെ ഇവരെ +2ന്റെ ലാസ്റ്റ് ഡേ അന്ന് നമുക്ക് എക്സാം ഉണ്ടായിരുന്നു 9th. അങ്ങനെ ഞാൻ കുറച്ച് നേരത്തെ വന്നു, ഇവർ വേഗം പോയാലോ വെച്ചിട്ട്. അങ്ങനെ ഞാൻ വരുമ്പോൾ ശ്രീന്റെ മുടിയെല്ലാം സ്ട്രെയിറ്റ് ആക്കിയിട്ട്, അന്നാ ഞാൻ മുടി സ്ട്രെയിറ്റ് ആക്കിയിട്ട് കാണുന്നത്. അതിന്റെ തലേദിവസമായിട്ട് പോയിട്ട് സ്ട്രെയിറ്റ് ആക്കി തന്നു. എൻ്റെ മാമന്റെ കല്യാണോ അങ്ങനെ എന്തോ ഉണ്ടായപ്പോൾ ഞാൻ നോക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. ഫുള്ള് അവർക്ക് ലാസ്റ്റ് ഡേ ആകുമ്പോൾ ഇങ്ങനെ കളറെല്ലോ എറിഞ്ഞിട്ടെല്ലാം കളിക്കൂല. അങ്ങനെ ഇവന്റെ മുടിയിൽ മൊത്തം കളറായിട്ട് എന്നെ കണ്ടപ്പോൾ ഇവനിങ്ങനെ കുലിക്കുമ്പോൾ കളറെല്ലാം ഇങ്ങനെ ഓടി. എനിക്ക് അതെല്ലാം ഇപ്പൊ ഞാൻ പറയുന്നതില്ലേ എല്ലാം എനിക്കില്ലേ എൻ്റെ മൈൻഡിൽ ഇങ്ങനെ ഉണ്ട്. അതെല്ലാം എൻ്റെ മൈൻഡിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് ഞാൻ വെച്ചിന്. ശ്രീൻ്റെ അമ്മക്ക് ഇപ്പോഴും എനിക്ക് നല്ല വൃത്തിക്ക് ഓർമ്മയുണ്ട്. നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ലല്ലോ, എനിക്ക് കാണുന്നതല്ലേ പറയാൻ കഴിയൂ. ഓരോരോ ഞങ്ങളുടെ ലൈഫിലെ ഓരോ കാര്യങ്ങളും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ശ്രീക്ക് ഇതൊന്നും വലിയ ഓർമ്മയൊന്നുമില്ലേ. ഞാൻ അങ്ങോട്ട് പറയും അന്ന് അങ്ങനെ ആയിട്ടില്ലേ, ഇന്ന് ഇങ്ങനെ ആയിട്ടില്ല. അപ്പോൾ പറയും അതെ 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 പറഞ്ഞിട്ട് ഇങ്ങനെയെല്ലാം പറയും. അങ്ങനെ ലാസ്റ്റ് ഡേ ആയി. അന്ന് നമ്മൾ വർത്താനം പറഞ്ഞു കേട്ടോ. അന്ന് നമ്മൾ നേരിട്ട് വർത്താനം പറഞ്ഞ് അവനോട് എന്നാൽ ശരി പോട്ടെ, അവൻ്റെ ഫ്രണ്ട്സിനൊപ്പം എവിടെ പോകാനുണ്ടായിരുന്നു. അവരിങ്ങനെ കാത്തിക്കില്ലേനു അവനെ ബൈക്ക് എടുത്തിട്ട്. പോട്ടെ എന്നെല്ലാം ചോദിച്ച് ഓക്കെ എന്നെല്ലാം പറഞ്ഞു ചാച്ചാ ബൈ ബൈ എല്ലാം പറഞ്ഞിട്ട് പോയി ഗൈസ്. അതെ അപ്പം എനിക്കിങ്ങനെ ടെൻഷനായി. ഇനി ഇല്ല, നാളെ മുതൽ സ്കൂളിൽ വരില്ല, ഇനി കാണാൻ കഴിയില്ല, ഇനി വെക്കേഷനായി. അങ്ങനെ മെസ്സേജ് അയക്കാനും കഴിയില്ല, വീട്ടിൽ പിടിച്ചതുകൊണ്ട് മെസ്സേജിൻ്റെ ഒരു ഓപ്ഷൻ ഇല്ല. അങ്ങനെ അന്ന് ബൈ ബൈ പറഞ്ഞ് ശ്രീ പോയി. പിന്നെ നമുക്ക് എക്സാം എല്ലാം കഴിഞ്ഞു. പിന്നെ വെക്കേഷനായി, വെക്കേഷന് വീട്ടിലായി. ഒരു തരത്തിലുള്ള കോണ്ടാക്റ്റും ഞാനും ഓനും തമ്മിലില്ല. കോണ്ടാക്ട് എന്ന് പറയുന്ന സാധനമേ ഇല്ല. ശ്രീന്റെ നമ്പർ എനിക്ക് ബൈഹാർട്ട് അറിയില്ലായിരുന്നു. ഞാൻ വേറെ അടുത്ത് നമ്പർ എടുത്ത് ടെക്സ്റ്റ് മെസ്സേജ് അയക്കാൻ തുടങ്ങിയതാണല്ലോ. എന്തോ ഞാൻ ആ നമ്പർ ബൈഹാർട്ട് പഠിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് നമ്പറും അറിയൂല. അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ആദ്യമൊന്നും എനിക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. അത്ര വലിയ സീരിയസ് ഒന്നും അല്ലാത്തതുകൊണ്ട് പോട്ടെ എന്നുള്ളൊരു മൈൻഡ് തന്നെ എനിക്ക്. ഓക്കെ അത് +2 കഴിഞ്ഞ് ഓൻ പോയി, ആ റിലേഷൻ അങ്ങ് അവിടെ കഴിഞ്ഞു. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ എനിക്ക് പിന്നെ ഡേ ബൈ ഡേ എനിക്ക് മിസ്സാവാൻ തുടങ്ങി. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പോയിട്ട് പറയും എനിക്ക് മിസ്സാവുന്നു, എനിക്ക് കാണണം എന്നെല്ലാം തോന്നുന്നുണ്ട്, എന്ത് ചെയ്യല്, എങ്ങനെ ഇപ്പം നമ്മൾ അവനെ കണക്ട് ചെയ്യലോ, ഒരേ നാട്ടിലല്ല വേറെയാണ്, കുറേ പോകണം. അപ്പം ഞാൻ എങ്ങനെ അവനെ കണക്ട് ചെയ്യുന്നില്ല ഞാനിങ്ങനെ വിഷമെല്ലാം പറയലുണ്ടായിരുന്നു. അങ്ങനെ മെല്ലെ ഞാനും ഭയങ്കരമായിട്ട് മിസ് ചെയ്യലുണ്ടായിരുന്നു. എനിക്ക് വേണം, എനിക്കൊന്നും കൂടി കാണണം, സംസാരിക്കണം എന്നെല്ലാം തോന്നും. പക്ഷെ ഒരു വഴിയില്ലാത്തതുകൊണ്ട് അത് അങ്ങനെ പോകുമ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ ലൈഫിൽ ആ ഒരു ട്വിസ്റ്റ് സംഭവിക്കുന്നത് ഗൈസ്. അതായത് തന്നെ 10th സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ കുറേ ഡേ മുമ്പേ എൻ്റെ അമ്മേൻ്റെ ഫോണിൽ പെട്ടെന്നൊരു കോൾ വന്നു. അപ്പോൾ നമ്പർ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് അവൻ്റെ നമ്പറാണ് എന്ന്. കാരണം ബൈഹാർട്ട് പഠിച്ചില്ലെങ്കിലും നമ്മൾ കുറേ കാലം മെസ്സേജ് ഒരു നമ്പർ നമുക്ക് എന്തായാലും കണ്ടെത്തിരുമല്ലോ. അപ്പം തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഒന്നാമത് വീട്ടിലായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ഫോൺ എടുത്തിട്ട് ഹലോ നോക്കി. അപ്പോൾ എന്നോട് പറഞ്ഞു ഞാനാന്ന് ശ്രീജേഷാന്ന് പറഞ്ഞു. നമ്പറെ മനസ്സിലായിന്ന് പറഞ്ഞു. അപ്പം എനിക്ക് വല്ലാണ്ട് അങ്ങ് മിസ്സാകുന്നുണ്ട്, നമുക്ക് ശരിക്കും സീരിയസ് ആയിട്ട് തന്നെ പ്രേമിച്ചാലോ. അവനും അറിയാം ഞാൻ സീരിയസ് അല്ലേനു, എനിക്കും അറിയാം അവൻ സീരിയസ് അല്ലേനു. പക്ഷെ എന്നോട് അങ്ങനെ ചോദിച്ചു നമുക്ക് ശരിക്കും സീരിയസ് ആയാലോ, എനിക്ക് നല്ലോണം മിസ് ചെയ്യുന്നുണ്ട്, സംസാരിക്കാനെല്ലാം തോന്നുന്നുണ്ട്. എനിക്ക് എന്ത് ഫീലിങ്സ് ആണ് ഇവിടെ തോന്നിയത് അത് സെയിം അവനവിടെ തോന്നുന്നുണ്ട് എന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് സന്തോഷമായി. എൻ്റെ അവൻ എന്നോട് അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എനിക്കും അങ്ങനെ തന്നെയാണ്, എനിക്കും മിസ്സാവുന്നുണ്ട്, എനിക്കും ഇഷ്ടമാണ് എന്ന് പറഞ്ഞു. അപ്പോഴാണ് നമ്മൾ ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സീരിയസ് ആയിട്ട് നമുക്ക് രണ്ടാക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണ് എന്നുള്ള കാര്യം പറയുന്നത്. അങ്ങനെ പിന്നെ ആ ഫോൺ വെച്ച് പിന്നെ സോളിൽ തന്നെ പിന്നെ നമ്പറെല്ലാം ഞാൻ ബൈഹാർട്ട് പഠിച്ചു. ഫ്രണ്ട്സിൻ്റെ ഫോണിൽ ഞാൻ ഫോൺ വിളിക്കും. വീട്ടിൽ നിന്ന് വിളിക്കാൻ കഴിയില്ല, ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഫോണിൽ നിന്ന് അവനെ ഫോണെല്ലാം വിളിക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മുടെ ലവ് അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ട് പോകാൻ തുടങ്ങി. നമ്മൾ ആദ്യമായിട്ട് കണ്ടിട്ട് നമ്മൾ ഇത്ര വരെയുള്ള ബ്യൂട്ടിഫുൾ ലവ് സ്റ്റോറി പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായി. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 വേണമെങ്കിൽ, അതായത് ഇനി നിങ്ങൾക്ക് ബാക്കി ഇതിൻ്റെ ലവ് സ്റ്റോറി കേൾക്കണമെന്നുണ്ടെങ്കിൽ ബാക്കി അങ്ങോട്ട് അടി ഇടി പിടി ബഹളമല്ലായിരുന്നു ഗൈസ്. നമ്മളൊരു 50% ബ്യൂട്ടിഫുൾ ലവ് സ്റ്റോറി ആണെങ്കിൽ 50% ഫുൾ തല്ലും കുലുമാല കഴിഞ്ഞു. പിന്നെ നമ്മൾ സൂയിസൈഡ് ചെയ്യാനെല്ലാം ശ്രമിച്ച് അങ്ങനെ എന്തെല്ലോ ട്രാജഡി നിറഞ്ഞ ഒരു ലവ് സ്റ്റോറിയാണ് നമ്മളത്. അങ്ങനെ ഇപ്പം നമ്മൾ ഹാപ്പിയാണ് രണ്ടാളും. പക്ഷേ എങ്കിൽ എന്തെല്ലാം പറഞ്ഞു. അപ്പം ഇതിൻ്റെ പാർട്ട് 2, അതായത് എൻ്റെ ലവ് സ്റ്റോറീൻ്റെ ബാക്കി കേൾക്കണമെന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ പാർട്ട് 2 വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് കേൾക്കണമെന്ന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഈ ലവ് സ്റ്റോറീൻ്റെ ബാക്കി പറയുള്ളൂ. ലവ് സ്റ്റോറി പറഞ്ഞിട്ട് ഞാൻ തളർന്നു, എനിക്ക് തൊണ്ടവേദന എടുത്ത്. നോൺ സ്റ്റോപ്പായിട്ട് കുറച്ച് സമയമായില്ലേ ഞാനിങ്ങനെ പ്രസംഗിക്കുന്നത്. എനിക്ക് ദാഹിച്ച് ഗൈസ്, ഞാൻ പോയിട്ട് വെള്ളമെല്ലാം കുടിച്ച് എന്തെങ്കിലും ഒന്ന് തിന്നിട്ട്. അപ്പം മറക്കണ്ട, നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കി കേൾക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടോ. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്, ടാറ്റാ.